ഈ വീഡിയോയിൽ കുറേ ഗ്ലോബൽ ന്യൂസാണ് കവർ ചെയ്യുന്നത്. അതിൽ യു കെയിൽ ഒരു പ്രോ പാലസ്തീനിയൻ പ്രൊട്ടസ്റ്റ് നടത്തിയ ഒരു വ്യക്തിയെ യു കെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ജയിലിലിട്ട്. അപ്പോൾ 27-ാം തീയതി ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അതായത് ഈ ജയിലിലിട്ട വ്യക്തി അവിടെ നമ്മുടെ രാഹുൽ ഈശ്വർ നടത്തിയതുപോലെ ജയിലിൽ പോയിട്ട് അവിടെ സത്യാഗ്രഹം. പുള്ളിക്കാരൻ്റെ സംസാരശേഷി നഷ്ടപ്പെട്ടു എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഇതിന് വല്ല ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. കാരണം ഈ ഫ്രീ പാലസ്തീൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാറി തൊണ്ടയിലുള്ള കംപ്ലീറ്റ് സാമഗ്രികളും അടിച്ചു പോയിട്ടുണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു 8-10 ദിവസം ആഹാരം കഴിച്ചില്ല എന്ന് വെച്ചിട്ട് സ്പീച്ച് നഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഇങ്ങനെയുള്ള രസകരമായിട്ടുള്ള വാർത്തകളൊക്കെ യു കെയിൽ നിന്ന് വരുന്നുണ്ട്. ഇത് കഴിഞ്ഞൊരു 1.5 മാസത്തിന് മുമ്പ് യു കെയിലെ പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാർമർ പാർലമെന്റിൽ ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഫ്രീ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് പ്രതിഷേധങ്ങളും ഇവിടെ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. ആ നിയമം പാസ്സാക്കിയതിനെ തുടർന്ന് വീണ്ടും ഇവര് ഈ പ്രോ പാലസ്തീനിയൻ എന്നുള്ള പേരിൽ ഈ ഫ്രീ പാലസ്തീനിയൻ സംഘടനകൾ ഇതേ പ്രതിഷേധം മുന്നോട്ട് തുടർന്ന് നടത്തുകയായിരുന്നു. അപ്പൊ അതിനെ തുടർന്നാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ആ ഒരു ടൈമിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ വ്യക്തിയാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 1.5 മാസം ശാപ്പാടില്ലാതെ അവിടെ ഇരിക്കുന്നെങ്കിൽ ഇതിനു മുമ്പ് തന്നെ ജീവൻ നഷ്ടപ്പെടേണ്ടതാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ സ്പീച്ച് മാത്രമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതിലെന്തോ ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ അതിപ്പം തീർച്ചയായിട്ടും ഇപ്പൊ ഈ വ്യക്തിയെ ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിന്റെ അന്വേഷണങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പം ഇനിയിപ്പോ യു കെയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഇനി അടുത്ത പ്രതിഷേധം. ഈ പ്രോ പാലസ്തീനികളെല്ലാം തന്നെ ഇയാളുടെ പേരും പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ ഇറങ്ങും, ഇയാളുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അടുത്ത സമരത്തിലേക്ക് ഇറങ്ങും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ഇതിന്റെ പേരിൽ ഫണ്ടും സ്വീകരിക്കാം. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. അപ്പൊ എന്ത് വീട് കിട്ടിയാലും അതിനെ ഒരു ഇരയായി മാറ്റിക്കൊണ്ട് ഫണ്ട് സമാഹരണത്തിലേക്ക് പോകും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ നിലവിൽ അതാണ് അവസ്ഥ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പൊ ഈ റെഫ്യൂജികളുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ സൈഡിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ട് അമേരിക്ക. വാണിംഗ് മാത്രമല്ല, ഒരു മുന്നറിയിപ്പും കൂടിയാണ്. അതായത് നിങ്ങളുടെ പോക്ക് ശരിയല്ല, ഈ റെഫ്യൂജികളുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള തീരുമാനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ യൂറോപ്പ് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തൊരു കച്ചവടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലോൺ മസ്ക് ഇപ്പൊ ടെസ്ലയിലൊക്കെ പൊട്ടി പാളിസായിരിക്കുകയാണ്. അതൊരു സൈഡിലിരിക്കട്ടെ. ഇപ്പൊ വെനിസ്വല നാഥനില്ല കളറിയാണല്ലോ. അപ്പം അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കേണ്ട സാഹചര്യത്തിലാണല്ലോ. അപ്പൊ ജസ്റ്റ് ഇപ്പൊ ഇലോൺ മസ്ക് ചാടി വീണിരിക്കുകയാണ്. എന്താണ് സംഭവം? വെനിസ്വലയിലുള്ള ജനങ്ങൾക്കെല്ലാം ഫ്രീ ആയിട്ട് ഇന്റർനെറ്റ് കൊടുക്കും. എങ്ങനെയുണ്ട് പദ്ധതി? കൊള്ളാം, അടിപൊളിയാണ്. സ്റ്റാർലിങ്ക് ആണ് കൊടുക്കുന്നത്. അതായത് ഇന്ത്യക്കുള്ളിൽ നല്ല എക്സ്പെൻസീവ് ആണ് ഈ സ്റ്റാർലിങ്ക് എന്ന് പറയുന്നത്. ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഈ ഒരു ഇന്റർനെറ്റ് എങ്ങനെയാണ് വെനിസ്വലയ്ക്കുള്ളിൽ ഫ്രീ ആയിട്ട് ഇലോൺ മസ്ക് കൊടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. ഇന്ത്യക്കുള്ളിൽ ജിയോയുടെ പ്രോജക്റ്റ് റൺ ചെയ്യുന്നില്ലേ, അതേ മാതൃകയിൽ തന്നെയാണ്. മാർക്കറ്റിംഗ്, അത്രയേ ഉള്ളൂ. മാർക്കറ്റിങ്ങിന് കൊടുക്കുന്ന പൈസ അത് കുറച്ച് എഫക്റ്റീവായിട്ട് ഈ ആദ്യമേ ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിലൂടെ കസ്റ്റമറെ പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫ്രീ എന്ന് കേൾക്കുമ്പോഴത്തേക്കും എൻറ്റയർ വെനിസ്വല സ്റ്റാർലിങ്കിന്റെ കീഴിലേക്ക് വരും. പിന്നീട് ഇതിന്റെ ചാർജ് വർദ്ധിപ്പിച്ച് കൃത്യമായിട്ട് ഇവരുടെ കസ്റ്റമറായിട്ട് മാറ്റിക്കോളും. അതേ നമ്മളുടെ ജിയോ എന്താണോ ചെയ്യുന്നത് ആ സെയിം ഫോർമുലയാണ് ഇലോൺ മസ്ക് ഇപ്പോൾ അവിടെ കോപ്പി അടിച്ച് നടപ്പിലാക്കാൻ പോകുന്നത്. അപ്പോൾ വെനിസ്വലയ്ക്കുള്ളിൽ സ്റ്റാർലിങ്ക് ഫ്രീ ആയിട്ട് കിട്ടും. നല്ല ഓപ്ഷനാണ്. അത് ഈ ബിസിനസ് മൈൻഡാണ്. ഇലോൺ മസ്കിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ സാധിക്കും, അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇറാന്റെ ഉള്ളിൽ പ്രതിഷേധം കയ്യാങ്കളിയിലേക്ക് മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ ആയത്തുള്ള ഖമനേയി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുകയാണ്. അതായത് നിങ്ങൾ എത്ര വേണേലും പ്രതിഷേധിച്ചോ, എനിക്ക് ഒരു പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾ അടിപിടി കൂടരുത്, നിങ്ങൾ തമ്മിൽ അടിച്ച് ചാവരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ നിക്കോളാസ് മദുറോവിനെ വെനിസ്വലയിൽ നിന്ന് പിടിച്ചോണ്ട് പോയി അമേരിക്കയിലെ ന്യൂയോർക്കിന്റെ കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് ഇതിന്റെ തെളിവാണ് ഇതിൽ പ്രധാനപ്പെട്ട വിഷയം. ഇയാളെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം എന്നുള്ള പേരിലാണ് ഇപ്പം ഡീറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി തെളിവ് സബ്മിറ്റ് ചെയ്യണം, അവിടെയാണ് ഇപ്പൊ പെടാൻ പോകുന്നത്. ഇയാൾ എന്തോ ഡയറക്റ്റ് ആയിട്ട് മരുന്ന് കടത്തി അത് അമേരിക്ക നേരിട്ട് കണ്ടു എന്ന മട്ടിലാണ് ഇപ്പൊ ഇയാളെ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുവച്ചിരിക്കുന്നത്. ഇനിയിപ്പം കോടതി ചോദിക്കുമ്പോഴത്തേക്കും കൃത്യമായിട്ട് ഉത്തരങ്ങൾ കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. ആർക്ക്? CIA-ക്കും ഈ അമേരിക്കൻ ട്രംപ് അഡ്മിനിസ്ട്രേഷനും. ഇനിയിപ്പോൾ ഇവർ എന്ത് കോപ്രായങ്ങളാണ് കാണിച്ചു കൂട്ടാൻ പോകുന്നുള്ളത് നമുക്കറിയില്ല. ഇങ്ങനെ ഒരു വിഷയം ഇവിടെ പെൻഡിങ്ങിൽ കിടപ്പുണ്ട്. യമന്റെ ഉള്ളിൽ സൗദി അറേബ്യ തുരുതരാ ആക്രമണങ്ങൾ നടത്തുകയാണ്. ഇപ്പൊ ഈ ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത STC എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്, UAE ബാക്ക്ഡ് ഫോഴ്സ് ആയിട്ടുള്ള STC. ഇപ്പൊ ഇവര് അടിച്ചത് മതി, നമ്മളൊരു കാര്യം ചെയ്യാം, ഒരു പാർട്ടീഷൻ ആവാം, STCക്കുള്ള ഏരിയ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തരിക, ബാക്കിയുള്ളത് സൗദി അറേബ്യ ബാക്ക്ഡ് ഫോഴ്സിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങൾ നിങ്ങൾ തീരുമാനിച്ചോളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സൗദി അറേബ്യ ഇതുവരെ ഈ ഒരു കണ്ടീഷന് തയ്യാറായിട്ടില്ല, ഒരു അക്സെപ്റ്റൻസും കൊടുത്തിട്ടില്ല. അതിന് പകരം തുരുതര അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യമനില് സൗദി അറേബ്യ നടത്തുന്ന ആക്രമണത്തിനെ പേടിച്ചിട്ട് STC ഓരോ സ്ഥലങ്ങളായിട്ട് വിട്ടൊഴിഞ്ഞ് മാറി വരികയാണ്.
ഇനിയിപ്പം മാറി വരാൻ സ്ഥലമില്ല. ഇനി കടലിന്റെ ഉള്ളിലേക്ക് എടുത്ത് ചാടണം. അതാണ് അവസ്ഥ. ആ അവസ്ഥയിലാണ് ഇപ്പം ഒരു പാർട്ടീഷൻ ആയാലോ എന്നുള്ള ചോദ്യവുമായിട്ട് ഇപ്പൊ പോയിരിക്കുന്നത്. ഇനിയിപ്പോ ഇതും തീരുമാനിക്കേണ്ടത് സൗദി അറേബ്യയാണ്. വെറുതെ ഇരുന്നിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കയറി പിടിച്ച് സ്ഥലം വേണം, എണ്ണപ്പാടങ്ങൾ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രാന്തം കൂടിയതിന്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പൊ നമുക്ക് യമന്റെ ഉള്ളിൽ കാണാൻ കഴിയുന്നത്. ഇനിയിപ്പോ STC ഇനി കടലിൽ മുങ്ങി ചാവണം, അതാണ് അവസ്ഥ. അവിടെ സ്ഥലമില്ല. അത്രയ്ക്ക് സൗദി അറേബ്യ 4 ദിവസം കൊണ്ട് തൂത്തുപറക്കി അടിച്ച് വൃത്തിയാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 8-10 ദിവസങ്ങൾക്ക് മുമ്പ് ഇറാൻ ഒരു പ്രസ്താവന, എന്താണ്, ഞങ്ങൾ നെതന്യാഹുവിന്റെ ഫോൺ കോൾ ഡീറ്റെയിൽസും നെതന്യാഹുവിന്റെ സുഹൃത്തിന്റെ ഫോൺ കോൾ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ടാപ്പ് ചെയ്ത് കംപ്ലീറ്റ് ഡേറ്റയും ഞങ്ങളുടെ പക്കലുണ്ട്. നെതന്യാഹു എവിടെയൊക്കെ പോയി കാശ് വാങ്ങിച്ചിട്ടുണ്ട്, എന്തൊക്കെ ബ്രൈബിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ള രഹസ്യ വിവരങ്ങളൊക്കെ ഞങ്ങൾ പുറത്തുവിടാൻ പോവുകയാണ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറഞ്ഞുകൊണ്ട് ഇറാൻ വലിയ രീതിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് റഷ്യയും ഇസ്രായേലിന്റെ അംബാസിഡറും തമ്മിൽ സംസാരിച്ച ഒരു വോയിസ് റെക്കോർഡൊക്കെ എടുത്ത് പബ്ലിഷ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റണ്ടുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത്രയും ദിവസമായി ഒരു ക്ലിപ്പ് പോലും അതിനുശേഷം പുറത്തിറക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം തന്നെ ഇറാന്റെ നാടകമാണെന്നുള്ളതാണ് ഇതിൽ നിന്നും വെളിവാകുന്നത്. അമേരിക്ക ഒരു തരത്തില് വെനിസുലയെ ഞങ്ങൾ അറ്റാക്ക് നടത്തി പ്രസിഡന്റിനെ അബ്ഡക്ട് ചെയ്ത് കൊണ്ടുപോയത് അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം ഓയിലാണ്, എണ്ണ കച്ചവടമാണെന്നുള്ളത് ഓപ്പൺ ആയിട്ട് തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. ഇപ്പൊ അതിൽ നിന്നും ഉരുണ്ട് കളിച്ച് എങ്ങനെയെങ്കിലും തടിതപ്പി അമേരിക്കയുടെ ഫേസ് വാല്യൂ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടാണ് ഇപ്പൊ മാർക്കോ റൂബിയോയിലൂടെ അമേരിക്ക നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ഒരു മീഡിയേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി ആക്രമണം നടത്താൻ പോകുന്നില്ല, പക്ഷെ ഞങ്ങളുടെ ചൊൽപ്പടിക്ക് വെനിസുല നിൽക്കണം. അതുപോലെ വെനിസുലയിൽ നിന്നും ഒരുപാട് പേര് എന്തുകൊണ്ട് റെഫ്യൂജികളായിട്ട് പുറത്തു പോയി എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അമേരിക്ക. അതായത് അമേരിക്കയിലുള്ളിൽ മാത്രമല്ല, അമേരിക്കയുടെ ഉള്ളിൽ ഏതാണ്ട് 8 മില്യൺ വെനിസുല അഭയാർത്ഥികളുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെല്ലാം ഈ നിക്കോളാസ് മദുറാവോന്റെ ഭരണത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയ കുറെ ആൾക്കാർ മറ്റുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ അഭയാർത്ഥികളായിട്ട് ജീവിക്കുന്നുണ്ട്. ഇവർക്കെല്ലാം ഇനി ഹോംലാൻഡിലേക്ക് മടങ്ങി വരാനുള്ള അവസരം ഒരുക്കും അമേരിക്ക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിവേ, ഇതൊക്കെ നമുക്ക് കണ്ടറിയാം. ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിൽ നിന്ന് മടങ്ങി വന്ന പാടെ റഫ ഗേറ്റ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഈജിപ്തുമായിട്ട് പാലസ്തീനികൾക്ക് പോയി വരാനുള്ള റഫ ഗേറ്റ് ചെക്കിംഗ് കർശനമായിട്ട് പാലിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റഫ ഗേറ്റ് ഇസ്രായേലി ഭടന്മാരുടെ കൺട്രോളിലാണ്, അവരുടെ നിയന്ത്രണത്തിലാണ് ഉള്ളത്. അവിടെ ഫോറിൻ ഫോഴ്സ് അവിടെ ഉണ്ട്, അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫോറിൻ ഫോഴ്സ് അവിടെ ഉണ്ട്. എന്നാലും ഇസ്രായേലാണ് ഫുൾ ആൻഡ് ഫുൾ അതിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി റഫ ബോർഡറിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗാസ ജനങ്ങൾക്ക് പോയി വരാം ഈജിപ്തിലോട്ട്. പക്ഷേ ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന്റെ ഒരു അനദർ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാലസ്തീനികൾ ഈ റഫ ഗേറ്റ് വഴി കടന്ന് ഈജിപ്തിലെത്തിയിട്ട് അവിടെ നിന്ന് പാസ്പോർട്ട് സംഘടിപ്പിച്ച് പുറം രാജ്യത്തേക്ക് വിസ എടുത്ത്, മിഡിൽ ഈസ്റ്റിലുള്ള മറ്റുള്ള രാജ്യങ്ങളിലേക്ക് വിസ എടുത്ത് പാലസ്തീനികൾ ജോലിക്ക് എത്തുന്ന സാഹചര്യമാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. അതേ ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് ഇസ്രായേൽ വീണ്ടും വഴിയൊരുക്കുകയാണ്. അതായത് പുറത്തു പോകുന്നവർക്ക് പുറത്തു പോവാം. ആ ഒരു ഉദ്ദേശം മനസ്സിൽ കണ്ടുകൊണ്ടാണ് റഫ ഗേറ്റ് ഇപ്പോൾ തുറക്കുന്നത്. അതായത് മാക്സിമം ഇവാക്യുവേഷൻ, എത്രത്തോളം പോകാൻ പറ്റും അത്രത്തോളം പൊക്കോ എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഇറാന്റെ ഉള്ളിൽ നിരവധി പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ പ്രൊട്ടസ്റ്റ് നടത്തിയ ആൾക്കാരെയാണ് ഏറ്റവും കൂടുതൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. IRGC തുടരെ ഇങ്ങനെ അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ ശരിക്കും പറഞ്ഞാൽ ഈ IRGCക്ക് എതിരെയാണ് ഈ പ്രതിഷേധം എവ്രി ഡേ ഇൻക്രീസ് ആവുന്നത്. ആ ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു രസകരമായിട്ടുള്ള ഒരു ആർട്ടിക്കിൾ വായിക്കാനിടയായി. അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യാം. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇറാഖിലെ ഓരോ ഡ്രോപ്പ് ഓയിലും എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് വളരെ പ്രാധാന്യമുള്ളതായിട്ട് മാറുന്നത്, എന്തുകൊണ്ടാണ് ഇറാഖിന്റെ ഓയിലിന് വേണ്ടിയിട്ട് അമേരിക്ക ഇത്രമാത്രം മരിച്ചു കിടന്ന് പണിയെടുക്കുന്നത് എന്നുള്ളൊരു ആർട്ടിക്കിളാണ്. തികച്ചും ഇവരുടെ ആ ഒരു ഇറാഖ് ഇൻവേഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വിവരങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അതെല്ലാം കൂടി നമുക്കിപ്പോൾ ഇതിനകത്ത് പറയാൻ കഴിയില്ല. ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ഇറാൻ ഇൻവേഷനിൽ കുറേ നഷ്ടമുണ്ടായിട്ടുണ്ട്. ആ നഷ്ടം നികത്താൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ട്രംപ് വരുമ്പോൾ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇതെല്ലാം തന്നെ റിപ്പബ്ലിക്കൻസിന്റെ ആ ഒരു ഭരണകാലത്താണ് ഇമാതിരിപ്പെട്ട ആക്രമണങ്ങൾ, പ്രത്യേകിച്ച് ആ ട്വിൻ ടവർ അടിച്ചിടുന്നത് മുതൽ അഫ്ഗാനിസ്ഥാനിലേക്ക് യുദ്ധം തുടങ്ങുന്നത്, അത് കഴിഞ്ഞ് ഇറാഖിലേക്ക് ഇറങ്ങി വരുന്നത്, ഇതെല്ലാം തന്നെ ഒരു ചെയിൻ ഓഫ് ഈവന്റ് ആയിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ഉണ്ടായ ഒരു വൻ നഷ്ടം, ആ നഷ്ടം ഇതുവരെ നികത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ ഒരു റിപ്പോർട്ട് പറയുന്നത്. അതിൽ എത്രമാത്രം വസ്തുതയുണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈം വേണം. എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടും വായിച്ച് മനസ്സിലാക്കിയിട്ട് റിലയബിൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് എടുത്തിടാം. അപ്പം ഇങ്ങനൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. ശരിക്കും അമേരിക്കയുടെ നഷ്ടങ്ങളുടെ കണക്ക് അത് വളരെ വലിയ ഒരു ചാർട്ടാണ്. അതുകൊണ്ടാണ് അമേരിക്ക ഓരോ രാജ്യങ്ങളുടെ പുറകിലും പോയിട്ട് ഓയിൽ ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് അറ്റാക്ക് ചെയ്ത് കൈവശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വാർത്തയാണ് വരുന്നത്. കാരണം വളരെ ഷോർട്ട് പീരീഡിൽ ഈ ഓയിൽ മാർക്കറ്റ് നഷ്ടപ്പെടും. ഈ ഓയിൽ മാർക്കറ്റ് മാറിയിട്ട് ഇവിടെ ഇലക്ട്രോണിക് വെഹിക്കിളും ഇതേപോലെ ഗ്രീൻ എനർജി സസ്റ്റൈനബിൾ എനർജി പ്രോഗ്രാം ഒക്കെ വന്നു കഴിഞ്ഞാൽ
പിന്നീട് ഈ ഓയിലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്നും റവന്യൂ ഉണ്ടാക്കുക എന്നുള്ളത് വലിയൊരു ചാലഞ്ച് ആയിരിക്കും. അപ്പൊ അതിന് മുന്നേ തന്നെ അമേരിക്കയ്ക്ക് കുറെ വരുമാനം ഉണ്ടാക്കേണ്ടതുണ്ട് ഈ ഒരു ഓയിൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട്. അതുകൊണ്ടാണ് അമേരിക്ക വളരെയധികം കണ്ണിങ് ആയിട്ട് നീങ്ങുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നത്. അപ്പൊ എന്തായാലും കുറെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് സോ മച്ച്.